നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. നമ്മുടെ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. വെറും 10 ഡേയ്സ് ഫോളോ ചെയ്താൽ മതി. വെറും 10 ദിവസം വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് 5 കിലോ ആണ്. വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ആൻഡ് അതിൻ്റെ ഡയറ്റ് പ്ലാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറ്റ് ആൻഡ് വർക്കൗട്ട്സ് ഇൻക്ലൂഡഡ് ആണ്. ഒരു ദിവസം ഇടവിട്ടിട്ടാണ് വീഡിയോ വരിക. ഇനി ഈ വീഡിയോ കാണാതെ ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കരുത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ഓരോ ദിവസവും ഇടവിട്ടിട്ടാണ് വീഡിയോ വരിക. ഇന്ന് വീഡിയോ വന്നാൽ നാളെ വരില്ല, മറ്റന്നാളാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടത് 2 ദിവസമാണ്. ഓരോ എക്സസൈസസും ചെയ്യേണ്ടത് 2 റിപ്പീറ്റേഷനാണ്. മോർണിംഗ് 1 റിപ്പീറ്റേഷൻ, ഈവനിങ് 1 റിപ്പീറ്റേഷൻ ചെയ്താലും മതി. അറ്റ് എ ടൈം 2 സെറ്റും ഒന്നിച്ച് ചെയ്താലും ഓക്കെയാണ്. നല്ലപോലെ കാലറി ബേണിംഗ് തരുന്ന വേർത്ത് കുളിക്കുന്ന വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനേ പോകുന്നത്. ഓക്കെ, ഡയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഏതൊക്കെ ദിവസം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഡേറ്റും ഞാൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ 10 ദിവസം പോരാ, നമുക്കൊരു 20 ദിവസം ചെയ്യണം, 30 ദിവസം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം വീഡിയോയ്ക്ക് റീച്ച് കൂട്ടിത്തരിക. നിങ്ങൾ പറയുന്ന അത്രയും ദിവസം നമുക്ക് സീരീസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ സീരീസ് 10 ദിവസമാണ് വരുന്നത്. ഇതിൻ്റെ റീച്ച് അനുസരിച്ചല്ലേ അടുത്ത സീരീസ് ഞാൻ ചെയ്യാം. ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിൻ്റെ റീച്ച് അത്രയും ഹൈ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഡയറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിയാൽ മതി, കിട്ടുന്നതായിരിക്കും. നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ്. യൂട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസിന്, ഒരേപോലുള്ള ആക്ഷൻസിന് ഒരു പക്ഷേ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് വരും. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും നമുക്ക് വാമപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വീഡിയോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വാമപ്പ് ചെയ്യുന്നതിന് ഇതുപോലെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ 1 2 3 4 5 തിരിച്ച് 1 2 3 4 5 നല്ലപോലെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട്, എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക. കൈകൾ നിലത്ത് പതിപ്പിച്ചേക്കുക. എക്സെയിൽ ചെയ്ത് റിലാക്സ്ഡ് ആവുക. ദെൻ ഉയർന്നതിന് ശേഷം ഷോൾഡറിൽ വയ്ക്കുക കൈ. 1 2 3 4 5. യെസ്. തിരിച്ച് 1 2 3 4 5. യെസ്. കൈ ബാക്കിലോട്ട് വെച്ച് 1 2 3 4 5. വാവ്. 1 2 3 4 5. ഓക്കെ, ഷോൾഡർ നല്ല റിലാക്സ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. തിരിച്ച് കൈകൾക്ക് 1 2 3 4 5. ആ കൈ ബാക്കിലോട്ട് വയ്ക്കുക. ഇത് കറക്റ്റായിട്ട് പഠിച്ചേക്കുക കേട്ടോ. 1 2 3 4 5. അടുത്ത വീഡിയോയിൽ വാമപ്പ് ഉണ്ടാവില്ല, അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. കാലുകൾക്ക് ആക്ഷൻ 1 2 1 2 1 2. ഓക്കെ, നെക്കിൻ്റെ റൊട്ടേഷൻ സ്ലോലി ചെയ്താൽ മതി. നെക്ക് റൊട്ടേഷൻ 1 2. ഇതൊക്കെയാണ് ഡബിൾ ചിന്നൊന്നും ഇല്ലാണ്ട് ആക്കുന്നതിന് സഹായിക്കുന്നത്. 2 3 4 5. ദിവസേന ഇതങ്ങോട്ട് ചെയ്താൽ മതി. ഡബിൾ ചിന്നും നെക്കിന് ചുറ്റും ഫാറ്റൊന്നും വരില്ല. തിരിച്ചിങ്ങോട്ടും 1 2 3 4 5. എന്നിട്ട് ഇത് ദിവസേന ചെയ്യുക. എത്ര സിമ്പിളായിട്ടുള്ള കാര്യം. ഇതുപോലും ചെയ്യാതെ പറയും, എനിക്കെന്താണാവോ ഡബിൾ ചിൻ, എനിക്കെന്താവണാവോ നെക്കിന് ചുറ്റും ഫാറ്റ്. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, മൂവ് ടു ദ അനദർ വൺ പ്ലീസ്. ആദ്യമേ പറയട്ടെ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സിമ്പിൾ ഈസി വർക്കൗട്ട് ചെയ്താലൊന്നും അത് കുറയില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസുകളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഇങ്ങനെ കാല് ബാക്കിലോട്ട് വെച്ചിട്ടാണ്. കൈ ഇങ്ങനെയല്ല പിടിക്കുന്നത്. എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. പക്ഷേ കാലിങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നതിന് ബാലൻസ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ എങ്ങനെയാണോ വീഴാതെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുക. എന്നിട്ടൊരു കാല് ബാക്കിലോട്ട് വയ്ക്കുക. പതിപ്പിച്ച് സാവധാനം വെച്ചാൽ മതി. കൈകൾ മേലോട്ട് ഉയർത്തുക. തിരിച്ച് കാല് വയ്ക്കുമ്പോൾ കൈകൾ താഴോട്ട് മുട്ടിക്കുക. ഈസി അല്ലേ? ഓക്കെ, സ്ലോലി ചെയ്താൽ മതി. 1 കംപ്ലീറ്റഡ്. ദിസ് ഇസ് 2 3 4 5. കാലെങ്ങനെ വയ്ക്കുമ്പോഴാണോ ബാലൻസ് കിട്ടുന്നത് അങ്ങനെ വെച്ചാൽ മതി. 6 7 8 9 10 11 12 13 14 15
16, ഒന്നും ചെയ്യുന്നില്ല, കാലൊന്ന് ബാക്കിലോട്ട് വയ്ക്കുന്നേ ചെയ്യുന്നുള്ളൂ. 17, 18, 19, 20, 21, 22, 23, 24, 25, 25 ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം. ഇത് തന്നെ ഒത്തിരി നല്ലോണം കാലറി ബേണിംഗ് തരുന്ന എക്സസൈസാണ് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. ഡംബൽസ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഞാനിവിടെ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1 ജസ്റ്റ് താഴെ വെച്ചിട്ട് എടുത്താൽ മതി. 2, 3, 4, 5, 6, വാവ്, 7, എന്തൊരു സൂപ്പർ എക്സസൈസാണ്. 8, 9, 10, അരയ്ക്കൊക്കെ നല്ല ഷേപ്പ് വരും. 11, 12, കണ്ടിന്യൂ. 13, 14, come on. 15, 16, beautiful action. 17, 18, 19, 20, 1, 2, 3, 4, 5, stop ചെയ്യരുത്. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6 കഴിഞ്ഞു. 7, 8, 9, 10. അത്രയേ ഉള്ളൂ. റിലാക്സ്. ഡംബൽ, മാറ്റ്, വാട്ടർ ബോട്ടിൽ എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് സെക്ഷനിൽ കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത സൈഡും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഡംബൽസ് എടുക്കുക. 1, 2, 3,
കൈയൊക്കെ ടോണ്ടാവും ദിവസേന ചെയ്ത. 4, 5, അപ്പർ ബോഡിയൊക്കെ പമ്പെടുക്കും. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. ചെയ്ത 3 എക്സസൈസും ഒരു രക്ഷയില്ലാത്ത എക്സസൈസാണ്. കിട്ടു എക്സസൈസാണ് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നതും ഒരു രക്ഷയില്ലാത്ത എക്സസൈസാണ്. സോ ജസ്റ്റ് ഹോൾഡ് ഇറ്റ് പ്രോപ്പർലി. വീഴരുത് കയ്യിൽ നിന്ന്. ഓക്കെ, ജസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ഉയരും. 1, തിരിച്ചു വെച്ചേക്കൂ. 2, സ്പൈഡറിൻ്റെ പോലെ നിന്നേക്കണം കേട്ടോ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. റിലാക്സ്. എപ്പോഴും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചേഞ്ച് ചെയ്യുക. ടക്ക് 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 അങ്ങനെയല്ല പൊസിഷൻ ചേഞ്ച് ചെയ്യുക കേട്ടോ. സ്ലോലിയാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കി പിടിക്കും. ഓക്കെ, ഇത്രയ്ക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവനവൻ സൂക്ഷിക്കണം. ഇനി ഡംബൽസ് ഇങ്ങനെ എടുത്തിട്ട് രണ്ടും ചേർത്ത് പിടിച്ചേക്കുക. കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് കാലുമ്പിൽ വീഴരുത്, എവിടെയും മുളുക്കരുത്, സൂക്ഷിച്ച് പിടിച്ചേക്കണം. രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. ഡംബൽസൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ. അതിന് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഒരു വേസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക്, ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതാർക്കും ചെയ്യാം, മെൻ ആൻഡ് വുമൺ ഭേദമൊന്നുമില്ല വർക്കൗട്ട് ചെയ്യുന്നതിൽ കേട്ടോ. സോ അത് ഉയർത്തിപ്പിടിച്ചേക്കുക, ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2,
1. റിലാക്സ്. റിലാക്സ് ചെയ്ത് കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കണം. അതിനൊരു ഡംബിൾസ് ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ ജസ്റ്റ് ഷോൾഡറിൻ്റെ അത്ര ഉയർത്തിയാൽ മതി. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എൻ്റെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഷോൾഡറിൻ്റെ അതുവരെ ഉയർത്തിയാൽ മതി. 1. ഈ സൈഡും അതേപോലെ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മുടെ ഈ ഒരു ക്ലാസ് തീരുമ്പോഴേക്കും നിങ്ങളുടെ ആംപിറ്റ് ഫാറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതെൻ്റെ പ്രോമിസാണ്. ഓക്കെ, കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഡംബൽസ് ഇങ്ങനെ പിടിച്ചിട്ട് 1. ഇത് സ്ലോലി ചെയ്താൽ മതി. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4 and 5. റിലാക്സ്. സിമ്പിളാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ആകെ 25 റിപ്പീറ്റേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ബോഡി ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരണം. കാലുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്നിട്ട് നിവരണം. 1. തിരിച്ച് വീണ്ടും ബോഡിയെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരണം. നിവരണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. ഓക്കെ. അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾക്ക് വേണ്ടി ചെയ്യുന്ന സിമ്പിൾ എക്സസൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18,
19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ നീട്ടിയേക്കുക ഒരു സൈഡിലോട്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. ഓക്കെ, അടുത്ത സൈഡ്. സോ ഈ സൈഡും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ എക്സസൈസാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത എക്സസൈസ് വളരെ ഈസി ആയിട്ടുള്ളതാണ്, വളരെ ഈസി. ഓക്കെ, കാലുകൾ ഇങ്ങനെ 1, 2, ലോവർ ബെല്ലി പമ്പ് അടക്കും. 3, 4, കാലുകൾ നല്ലോണം നീട്ടുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. യെസ്, സൂപ്പർ. ലോവർ ബെല്ലിയും അപ്പർ ബെല്ലിയും ഒരുപോലെ കുറയ്ക്കുന്ന ഒരു കിടിലൻ എക്സസൈസാണ്, ഡെയിലി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക. ബട്ട് ഇങ്ങനെ ഉയർത്തുമ്പോൾ ഫ്രണ്ടിലോട്ട് കൈകൾ. ഓക്കെ, യെസ്, സ്റ്റാർട്ട്. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20.
1 2 3 4 5 6 7 8 9 10. റിലാക്സ്. മുൻപ് വാമപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ മാത്രമേ സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ചിങ് ഇടാൻ സാധിക്കില്ല കേട്ടോ. സോ ശ്രദ്ധിക്കുക, ഇത് സ്ട്രെച്ചിങ് ആണ്. എല്ലാ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യുക. ഇതേപോലെ ഓരോ പോസ്റ്റേഴ്സും 30 സെക്കൻഡ്സ് ആണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാല് നീട്ടുമ്പോൾ അടുത്ത കാല് ഇതേപോലെ ടൈറ്റായിട്ട് പിടിച്ച് 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കി പിടിക്കാനോ ബാക്ക് പെയിൻ വരാനൊക്കെ സാധ്യത ഉണ്ട്. സോ അത് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഇത് ചെയ്യുന്നത്. ബാക്ക് പെയിൻ ഉള്ളവർ സ്ഥിരമായിട്ട് ഈ ഒരു പോസ്റ്റേഴ്സ് ചെയ്യുവാണെങ്കിലും അവർക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ കാലുകൾ ഇങ്ങനെ നല്ല സർക്കിളാക്കിയിട്ട് ഇങ്ങനെ കറക്കുക, രണ്ട് സൈഡിലോട്ട്. ഏത് ഹെവി വർക്കൗട്ട് നിങ്ങൾ ചെയ്താലും ഈ ഒരു ആക്ഷൻ ആ ഒരു ബാക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക. പൊളിയാണ്, സൂപ്പർബാണ്. നിങ്ങൾക്ക് എല്ലാ ബാക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കറക്ഷൻസും ഈ ഒരു ആക്ഷനിലൂടെ കറക്റ്റായിട്ട് കിട്ടും, സാധിക്കും. ഓക്കെ, അതിനുശേഷം കാലുകൾ നല്ലപോലെ നീട്ടി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുക, സ്വെറ്റ് ഉണങ്ങുന്നത് വരെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നാളെ ഉണ്ടാവില്ല വീഡിയോ, മറ്റന്നാളാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്. 2 റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഡൗട്ടൊന്നുമില്ലല്ലോ. സോ മാക്സിമം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പോലെ ഞാൻ കൂടെ നിന്നുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് നല്ല പോലെ വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ ഡെഡിക്കേഷൻ കാണിക്കാമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇടാം. അപ്പോൾ താങ്ക് യു, ലവ് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.
രാവിലെ എണീറ്റ് എംറ്റി സ്റ്റൊമക്കിൽ യൂറിനേറ്റ് ചെയ്ത് വന്നതിന് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ ഇഞ്ചസ് അളന്ന് വെക്കുക, ഓരോ ബോഡി പാർട്ടിൻ്റെയും ഇഞ്ചസ് അളന്ന് വെക്കുക. എന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങളുടെ ബോഡിയെ കറക്റ്റായിട്ട് മിററിൽ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് സൈസിനേക്കാൾ ഒരു സൈസ് കുറഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് മിററിൽ നിങ്ങളുടെ ബോഡിയിൽ എവിടേക്കാണ് ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിരിക്കുന്നത് എന്ന് ദിവസേന വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് കുറയ്ക്കുന്നതിനുള്ള മോട്ടിവേഷൻ കിട്ടും.